മുരിങ്ങയില കറി വയ്ക്കുന്ന സമയത്ത് തേങ്ങ അരച്ച് കറി വയ്ക്കുന്നവരാണോ നിങ്ങൾ? മോസ്റ്റ്ലി ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് മുരിങ്ങയുടെ ഇല നമ്മൾ തേങ്ങ അരയ്ക്കാതെ വെക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളക് ഇതുപോലെ പീസാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇല നന്നായിട്ട് കുക്കായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ തീ കൂട്ടി വയ്ക്കാതെ നോക്കണം, കാരണം ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇല നന്നായിട്ടൊന്ന് കുക്കായി വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പരിപ്പ്, അതേപോലെ തന്നെ 1 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു മുരിങ്ങയുടെ ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുരിങ്ങയുടെ ഇലയിലേക്ക് നമ്മൾ ഈ ഒരു പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ ഈ തേങ്ങ അരച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇല കറി വെക്കില്ല കേട്ടോ. ഞാൻ ഷുവറാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.